ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ ഘട്ടങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഓഡീഷന് പലരെയും വിളിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. വിളിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ ഓഡീഷനിൽ പങ്കെടുക്കാം? ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയത്തില്ല. ഇനി അഥവാ നമ്മളെ വിളിച്ചാലോ എന്തൊക്കെയായിരിക്കും ഓഡീഷനിൽ ചോദിക്കുക? ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ നമ്മളെ സെലക്ട് ചെയ്യാൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ കൊടുക്കാനുള്ളത്? അവർ ഇംപ്രസ് ആവണമല്ലോ. അപ്പൊ അവർ ഇംപ്രസ് ആവാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? അവർ എന്ത് ഉത്തരവായിരിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയായിരിക്കും ഓരോ തവണയും 10,000-2000 പേര് ഓഡീഷന് വന്നിട്ട് 18 പേര് മാത്രം സെലക്ട് ആവുന്ന അത്രയ്ക്കും ഈ 18 പേര് കൊടുക്കുന്ന ഉത്തരങ്ങൾ എന്തായിരിക്കും? എന്തൊക്കെ കണ്ടിട്ടായിരിക്കും ഈ 18 പേരെ അവർ സെലക്ട് ചെയ്യുന്നത്? കുറെ വാഴകളും മൊണ്ണകളും ഒക്കെ അതിനകത്ത് കാണും. എന്നിട്ട് പോലും ഇവരൊക്കെ എങ്ങനെയാണ് അതിനകത്ത് എത്തപ്പെടുന്നത്? നിങ്ങൾക്ക് വലിയ ഡൗട്ട്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ഫുൾ ക്ലിയർ ആവും. കാരണം 100% ഷുവർ ഓഡീഷൻ ക്വസ്റ്റ്യൻസും അതിന് കൊടുക്കേണ്ട ലെവലിലുള്ള ഉത്തരങ്ങളുമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഓഡീഷന്റെ ഫുൾ പ്രൊസീജിയേഴ്സ് ആണ്, A to Z ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓഡീഷൻ ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഓഡീഷനിൽ ഞാൻ ഈ പറയുന്ന ടിപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് 100% നിങ്ങൾ ബിഗ് ബോസിലേക്ക് സെലക്ട് ആവും. കാരണം അത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ജെനുവിൻ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിലെ ആരും ഇന്ന് വരെ ഇടാത്തൊരു വീഡിയോയാണ് ബിഗ് ബോസിന്റെ ഓഡീഷൻ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് പല പല വീഡിയോസ് ഒക്കെ വരുമായിരിക്കും. ബിഗ് ബോസിന്റെ ഓഡീഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യമൊന്നും ആരും ഇതുവരെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടില്ല. അത് ആർക്കും യൂസ്ഫുൾ ആയിട്ടുമില്ല. ഈ വീഡിയോ ഇത് കാണുന്ന ബിഗ് ബോസ് പ്രേമികളായിട്ടുള്ള, ബിഗ് ബോസ് പ്രേക്ഷകരായിട്ടുള്ള, ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസിന് ഓഡീഷൻ വിളിക്കുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. A to Z കാര്യങ്ങളാണ്. സോ സ്കിപ്പ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബിഗ് ബോസിന്റെ ഓഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഡീഷൻ ലിസ്റ്റ് ആണ് അവർക്ക് ഫസ്റ്റ് ഉള്ളത്. ഞാൻ പഠിപ്പിക്കും പോലെയാണ് പറഞ്ഞു തരുന്നത്. ടൈപ്പ് 1 ഡയറക്റ്റ് ഓഡീഷൻ, ടൈപ്പ് 2 പ്രൊഫൈൽ ഓഡീഷൻ. ഡയറക്റ്റ് ഓഡീഷൻ ആണ് ടൈപ്പ് 1 എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ഓഡീഷനകത്ത് അവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതായത് ഇന്ന ആൾക്കാരെ എല്ലാം നമ്മൾ ഈ ഷോയിലേക്ക് കൊണ്ടുവരണം. ഇത്ര ആർട്ടിസ്റ്റ്, ഇൻഫ്ലുവൻസേഴ്സ്, ഡാൻസേഴ്സ്, സിംഗേഴ്സ്, ആർജേഴ്സ്, പൊളിറ്റീഷ്യൻസ്, പിന്നെ സെലിബ്രിറ്റീസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവർ തന്നെ ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അതിനകത്ത് അവർക്ക് ഷുവർ ആയിട്ട് വേണം എന്നവർ തീരുമാനിക്കുന്നത് സെലിബ്രിറ്റീസിനെ ആയിരിക്കും, 1-2 പേര്. അതുകൊണ്ട് തന്നെ ഈ സെലിബ്രിറ്റീസും സീനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ ഓഡീഷൻ ഉണ്ടായാലായി, ചിലപ്പോൾ ഓഡീഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടും ബിഗ് ബോസിലേക്ക് സെലക്ട് ആവും എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡയറക്റ്റ് ഓഡീഷൻ ഈ പറയുന്ന സെലിബ്രിറ്റീസും പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാറ്റി നിർത്താം. ഇത് കൂടാതെ അവർ പിന്നീട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആർട്ടിസ്റ്റ്, ഇൻഫ്ലുവൻസേഴ്സ്, ഡാൻസേഴ്സ്, സിംഗേഴ്സ്, ആർജേഴ്സ്. ഇവരുടെ കൂടെയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്? ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കത്തൊന്നുമില്ല. അവരുടെ കയ്യിൽ ലിസ്റ്റ് ഉള്ളവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ ലിസ്റ്റിലുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ വീട്ടിനകത്തേക്ക് പോകുന്നത്. പ്രൊഫൈല് അയച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ടൈപ്പ് 2. ടൈപ്പ് 1 ഡയറക്റ്റ് ആയിട്ട് അവർ കുറച്ച് ആൾക്കാരെ കരുതി വെച്ചിട്ടുണ്ട്, അവരെ ഓഡീഷൻ നടത്തും. ടൈപ്പ് 2 ആണ് പ്രൊഫൈൽ ഓഡീഷൻ. അതായത് ബിഗ് ബോസിൽ മുന്നേ പങ്കെടുത്തിട്ടുള്ള മത്സരാർത്ഥികൾ വഴിയും ഏഷ്യാനെറ്റിലെ ചെറിയ ചെറിയ പിടിപാടുകൾ വഴിയും എൻ്റെ മോൾ ചാനലിലെ ആളുകളിലെ ചെറിയ ചെറിയ പിടിപാടുകളും വഴി നമ്മുടെ ഒരു പ്രൊഫൈൽ, ഒരു CV, നമ്മുടെ ഒരു കരിക്കുലം വിറ്റ് തയ്യാറാക്കി നമ്മൾ ഇന്ന ആളാണ്, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇന്ന ജോലി ചെയ്യുന്നു, ഇന്നത് പഠിക്കുന്നു, നമുക്ക് ഇതുപോലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ഒരു കരിക്കുലം വിറ്റ് അവരുടെ കയ്യിലേക്ക് കൈമാറും. ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കയ്യിൽ കൈമാറിയിട്ട് എനിക്ക് ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട്, അവരുടെ കയ്യിലേക്ക് ഒന്ന് എത്തിക്കോ, എന്നെ ഒന്ന് ഓഡീഷൻ വിളിക്കാൻ പറയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോ വർഷവും ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഇവരുടെ പ്രൊഫൈൽ കൊടുക്കുകയും ഈ പ്രൊഫൈൽ ബിഗ് ബോസിന്റെ ടീമിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഈ പ്രൊഫൈല് നോക്കിയിട്ട് ഇന്നയാളെ വിളിക്കാം എന്ന് അവർക്ക് തോന്നും. അങ്ങനെ തോന്നി അവർ വിളിക്കുന്ന ആൾക്കാരാണ് ഈ പ്രൊഫൈൽ ഓഡീഷൻ വഴി
അവരുടെ ഓഡീഷനിലേക്ക് എത്തുന്നത്. അതിനകത്ത് എല്ലാ കാറ്റഗറീസിലുള്ള ആൾക്കാരും കാണും. യൂട്യൂബേഴ്സ്, ഒത്തിരി യൂട്യൂബേഴ്സിന് ഇപ്പോൾ അവിടെ പോകണം എന്ന് താല്പര്യം ഉണ്ടാവും, അല്ലെ ബിഗ് ബോസിലേക്ക് പോകണം, എനിക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പിടിപാടുകളൊക്കെ വെച്ച് എന്നെയും കൂടെ ഒന്ന് പരിഗണിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഓഡീഷനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓഡീഷനിൽ ഒന്നുമേ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഓഡീഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഓഡീഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴിവ് മാത്രമാണ് അവിടെ നമുക്ക് തുണയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാ കാറ്റഗറീസും വരും. യൂട്യൂബേഴ്സ് കാണും, ചിലപ്പോൾ കോമണേഴ്സ് കാണും. ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന കോമണേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എനിക്ക് ബിഗ് ബോസിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിഞ്ഞ സീസണിലെ ഇന്ന ആളെ പരിചയമുണ്ട്, അപ്പൊ അയാൾ വഴി കൊടുത്തു നോക്കാം, എന്റെ പ്രൊഫൈൽ ഒന്ന് കൊടുക്കുവോ, എന്നെ കൂടി അവിടെ ഒന്ന് ഒന്ന് പരിഗണിക്കാൻ പറയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രൊഫൈൽ കൊടുക്കുന്ന കോമണേഴ്സ് ഉണ്ടാവും. ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ബിഗ് ബോസ് വിളിക്കാത്ത, ബിഗ് ബോസിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ബിഗ് ബോസിനെ പ്രേമിക്കുന്ന, ബിഗ് ബോസിന്റെ ആ ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രൊഫൈൽ ഓഡീഷനിൽ ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഡയറക്റ്റ് ഓഡീഷൻ അവരുടെ കയ്യിൽ ഉള്ള പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അത് മനസ്സിലാക്കുക. ഡയറക്റ്റ് ഓഡീഷൻ മീൻസ് അവരുടെ കയ്യിൽ തന്നെ അവർ ലിസ്റ്റ് വെച്ചിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും. സീരിയൽ നടന്മാര്, നടിമാര്, സെലിബ്രിറ്റീസ്, ആർട്ടിസ്റ്റുകൾ, ആർജേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ പ്രൊഫൈൽ ഓഡീഷൻ വഴി പ്രൊഫൈൽ കൊടുത്ത് പോകുന്ന ആൾക്കാരുടെ പ്രത്യേകത അധികം പോപ്പുലർ അല്ലാത്ത ആൾക്കാരായിരിക്കും. ഇപ്പം എന്നെ പോലത്തെ യൂട്യൂബർ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, അപ്പൊ എന്നെ അധികം പോപ്പുലർ അല്ല, പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നെ അറിയില്ലേ. അപ്പൊ അതുപോലെ തന്നെ അധികം പോപ്പുലർ അല്ലാത്ത ആൾക്കാരായിരിക്കും ഈ പ്രൊഫൈൽ ഓഡീഷൻ വഴി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കാത്ത ആൾക്കാരുമായിരിക്കാം. അടുത്ത് ഓഡീഷൻ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മൊത്തം മാക്സിമം പരമാവധി 4 ഓഡീഷൻ ഘട്ടമേ പോകത്തുള്ളൂ. ഈ ഓഡീഷൻ ഘട്ടം ആദ്യത്തെ 2 സൂം മീറ്റിംഗ് വഴി ആയിരിക്കും. അതായത് നമ്മുടെ ഫോൺ വഴി സൂം മീറ്റിംഗ് വഴി ആയിരിക്കും ആദ്യത്തെ 2. രണ്ടാമത്തെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ളതായിരിക്കും. ഇത് മാക്സിമം ഞാൻ 4 പറഞ്ഞെങ്കിലും ചിലപ്പോൾ ആദ്യത്തെ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അവരെ നേരിട്ട് വിളിച്ച് ഇന്റർവ്യൂ ചെയ്യും. അവരെ മുഖാമുഖം ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ സൂം മീറ്റിംഗ് നടത്തിയിട്ട് അയാൾ ഒന്നും കൂടെ വിളിക്കണോ, ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി അവരെ സൂം മീറ്റിംഗ് വിളിക്കും. എന്നിട്ടായിരിക്കും നേരിട്ടുള്ള ഇന്റർവ്യൂ നടത്തുക. ചിലപ്പോൾ നേരിട്ടുള്ള ഇന്റർവ്യൂ നടത്തിയിട്ട് ഒന്നും കൂടെ വിളിക്കണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടെ വിളിക്കും. അപ്പോൾ മാക്സിമം 4 കാണത്തുള്ളൂ. ഈ 4 നമ്മൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യാനുള്ളത്. ഈ 4 ഒരെണ്ണത്തിൽ ഇപ്പം സൂമിന് നമ്മൾ ഒരെണ്ണം വിളിച്ചു, വീണ്ടും നമ്മൾ സൂമിന് വിളിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ പെശ കൊണ്ടല്ലോ എന്ന് നോക്കിക്കൊണ്ട് നമ്മളത് ക്ലിയർ ചെയ്യണം. അവിടെയാണ് നമ്മുടെ കഴിവ് ഉള്ളത്. അപ്പോൾ ഈ ആദ്യം സൂം മീറ്റിംഗ് വഴിയാണ് നമ്മളെ ബിഗ് ബോസ് അവിടുത്തെ ആൾക്കാർ വിളിച്ച് ലിങ്ക് ഒക്കെ തന്ന് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറയും. പിന്നീട് നേരിട്ട് കൊച്ചിയിലെ ഓഫീസിൽ വെച്ചിട്ടാണ്. അത് നമ്മൾ ആരോടും പറയാൻ പാടില്ല. നമ്മൾ അവിടെ ഓഫീസിൽ പോകണം. അവർ പറയുന്ന ഡേറ്റും ടൈമും ഒക്കെ തരും. അതിനനുസരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യും. ഫുൾ റെക്കോർഡഡ് സെക്ഷനാണ്. അതുകൊണ്ട് ആലോചിച്ച് മാത്രമായിരിക്കണം നമ്മൾ എപ്പോഴും ഉത്തരം പറയാനുള്ളത്. കാരണം റെക്കോർഡഡ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർക്ക് ഇതെടുത്ത് വീണ്ടും റീപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞ പൊരുത്തക്കേടുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. സോ നമ്മൾ അത്രയും പ്രിപ്പയർ ആയിരിക്കണം ഈ സാധനത്തിന് വേണ്ടി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ 4 ഘട്ട ഓഡീഷൻസ് ഉണ്ടെങ്കിൽ ഈ 4 ഘട്ടവും കഴിഞ്ഞിട്ട് ഒരു സൈക്കോളജിക്കൽ സെക്ഷൻ കൂടി ഉണ്ട്. നമ്മൾ മനസ്സ് ഓക്കെ ആണോ, നമ്മൾ ഭ്രാന്തുള്ള ആൾക്കാരെയൊന്നും കയറ്റിവിടാൻ പറ്റത്തില്ല. അപ്പം മൈൻഡൊക്കെ ഓക്കെ ആണോ എന്നും കൂടി ചെറിയൊരു ചെക്കപ്പ് നടത്തിയിട്ടാണ് വിടുന്നത്. ഇനി ഞാൻ മെയിൻലി പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഡീഷൻ ഘട്ടമായ സൂം മീറ്റിംഗ് 1. സൂം മീറ്റിംഗ് 1 നടക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സൂം മീറ്റിംഗ് 1 മാക്സിമം 8 പേരുണ്ടാവും. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഫോൺ വഴിയാണ്, ക്യാമറ വഴി നോക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യൂലേ, അതുപോലെ തന്നെ 8 പേര് ഉണ്ടാവും. ചിലപ്പോൾ 7 ആയിരിക്കും, ചിലപ്പോൾ 6 ആയിരിക്കും, 5 ആയിരിക്കും. 8 പേര് പരമാവധി ഉണ്ടാവും. ഈ 8 പേര് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡീഷൻ നടത്തുമ്പോൾ അതിനകത്ത് 5 പേർക്കെങ്കിലും നമ്മുടെ ഓഡീഷൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ഓഡീഷൻ ഘട്ടത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ 8 പേരിൽ 5 പേരെങ്കിലും നമുക്ക് ടിക്ക് മാർക്ക് ഇട്ടിരിക്കണം. എന്നാലേ പകുതിയിൽ കൂടുതൽ ആൾക്കാർ നമുക്ക് ടിക്ക് മാർക്ക് ഇട്ടാലേ, അല്ലെങ്കിൽ പകുതി ആൾക്കാരെങ്കിലും നമുക്ക് ടിക്ക് മാർക്ക് ഇട്ടാലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം, എന്നാലേ സ്കോർ വീഴുള്ളൂ. 8 പേരാണ് ഉള്ളതെങ്കിൽ അതിനകത്ത് 4 പേര് ഏഷ്യാനെറ്റിന്റെ ആൾക്കാരും 4 പേര് എൻഡമോൾ ഷൈൻ്റെ ആൾക്കാരുമായിരിക്കും. കാരണം എൻഡമോൾ ഷൈൻ്റെതാണ് ബിഗ് ബോസ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് 4 പേരും ഉണ്ടാവും. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലായ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് 4 പേരും ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ ചിലപ്പോൾ കോർഡിനേറ്റേഴ്സ് നമ്മളെ വിളിച്ച് ലിങ്ക് തരുന്ന ആൾ അവരും ഉണ്ടാവും. പക്ഷെ അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് സൂം മീറ്റിംഗിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്? ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്.
നിങ്ങൾ എന്താണെന്നുള്ള കാര്യം പറയാം, നിങ്ങളെ കുറിച്ച് പറയുക. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ അൻസിഫ്, ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ സ്ഥലം എവിടെയാണ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് എന്നാൽ വളരെ അവർക്ക് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ആവുന്ന രീതിക്ക് നമ്മുടെ സെൽഫ് ഇൻട്രോ വളരെ വേഗം പറഞ്ഞ് 1, 2, 3 മിനിറ്റ് മാക്സിമം പറഞ്ഞ് ഒതുക്കുക. പിന്നെ അവര് രണ്ടാമത്തേതായിട്ട് നമ്മുടെ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ, വൈ ബിഗ് ബോസ്? നിങ്ങൾ എന്തിന് ബിഗ് ബോസ് ചൂസ് ചെയ്യുന്നു? ബിഗ് ബോസിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും, ചിലപ്പോൾ ഗെയിം കളിക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും, ചിലപ്പം ഫെയിം വേണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പം അതെന്താണോ നമ്മുടെ ഉത്തരം എന്താണോ അത് പറയുക. Then why should you choose Big Boss as a platform? ബിഗ് ബോസിലേക്ക് തന്നെ വരണം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം ബിഗ് ബോസിലേക്ക് വന്നത് കൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ബിഗ് ബോസിനെ എന്തുകൊണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആക്ടർ ആവണം എന്ന് പറഞ്ഞു, ഇപ്പൊ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ടർ ആവാൻ പറ്റുമോ എന്നുള്ള പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ മൂന്നാമത് ചോദിക്കുന്നത്. അടുത്ത നാലാമത്തത്, നിങ്ങൾ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്? ഗെയിം ആണോ, ആക്ടിങ് ആണോ, അതോ അടിപിടിയാണോ? എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്? ഈ ഷോക്കകത്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ സീസണിൽ ചിലപ്പോൾ വിന്നറിനെ കുറിച്ചോ, പഴയ സീസണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റോ, കഴിഞ്ഞ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് നമ്മൾ മറുപടി പറയുന്നതിനനുസരിച്ചായിരിക്കും വീണ്ടും 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 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ചോദിക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ചോദ്യത്തിനും അവരെന്ത് മറുപടിയാണോ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ മറുപടി കൊടുക്കണം. കാരണം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ബിഗ് ബോസിലേക്കാണ്. അപ്പൊ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആടാ സംഭവം ഇതാ എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? എന്ത് എന്ന് ചോദിക്കുമ്പോൾ കുന്തം എന്ന് പറയുന്ന ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കാൻ അതിനകത്ത് ആൾ വേണം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അവരൊരു കാര്യം ചോദിക്കുമ്പോൾ പോട പട്ടി എന്ന് വിളിക്കാനല്ല പറഞ്ഞത്. അവരൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അനുസൃതമായിട്ട് മറുപടി കൊടുക്കണം. അവരിപ്പം നിങ്ങൾ എങ്ങനത്തെ ഒരാളാണ്, അത് ഞാൻ വളരെ പാവമാണ് എന്ന് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ റിയാലിറ്റി അതിനെ ഗെയിം ആക്കി നമ്മൾ ബിഗ് ബോസിനകത്ത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അങ്ങ് പെരുമാറണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത്, ആ ടീമിന്, ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആ ടീമിന് വേണ്ടത് ബിഗ് ബോസ് മെറ്റീരിയൽസ് ആണ്. ബിഗ് ബോസ് മെറ്റീരിയൽസിനാണ് അവർക്ക് വേണ്ടത്. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വീടാണ്. ആ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാവും? അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, ചേട്ടനുണ്ടാവും, ചേച്ചി ഉണ്ടാവും, അനിയത്തി ഉണ്ടാവാം, അനിയനുണ്ടാവും. അപ്പൊ ഇതാണ് ഒരു ഫാമിലി. അപ്പൊ ഈ ഫാമിലിയിലെ ഇത് ബിഗ് ബോസ് വീടും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫാമിലിക്കകത്തുള്ള ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കും. ഇതിനകത്ത് ഒരു മകൻ കാമുകനായിരിക്കാം, ഒരു മകൾ കാമുകിയായിരിക്കാം, അച്ഛൻ ചിലപ്പോൾ ഒരു കുലപുരുഷനായിരിക്കാം, അമ്മ ചിലപ്പോൾ ഒരു കുലസ്ത്രീ ആയിരിക്കാം, ഒരു അമ്മാവനുണ്ടാവാം ചിലപ്പോൾ കുത്തിത്തിരിക്കുന്ന, ഒരു മോഡേൺ ചിന്താഗതിയുള്ള ഒരു ആണോ പെണ്ണോ ഉണ്ടാവാം, ഒരു തല്ലിപ്പൊളി ഉണ്ടാവാം, ഒരു നിഷ്കളങ്കൻ ഉണ്ടാവാം, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവാം, ഒരു കലിപ്പനോ കലിപ്പത്തിയോ ഉണ്ടാവാം, ഒരു പരദൂഷണോ ഏഷണി പറഞ്ഞു തിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ഫാമിലിക്കകത്ത് വരുന്ന വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതിനകത്ത് നിന്നും അടുത്ത പോയിന്റാണ്. അപ്പൊ ഇതാണ് ബി ബി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ ബി ബി മെറ്റീരിയൽസിൽ നമ്മളെ അവർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർ ഉറപ്പായിട്ടും ഇതിനകത്തൊരു കാറ്റഗറിയിൽ ഇയാളെ പെടുത്തണം എന്ന് കരുതിക്കൊണ്ടായിരിക്കും അവർ വിളിക്കുന്നത്. ഇപ്പൊ ചുള്ളനായിട്ടുള്ള ഒരാളെ വിളിക്കുന്നെങ്കിൽ ലവ് കോംബോ കളിക്കാനാണ് വിളിക്കുന്നത്. അത് നമ്മളങ്ങ് ഉറപ്പിച്ചോണം ആ സാധനം. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഈ സംഭവമാണ് എനിക്ക് ചേരുന്നത്, അപ്പൊ അതിനനുസരിച്ച് വേണം ഞാൻ നിൽക്കാൻ. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഒരു ലവ് കോംബോയ്ക്ക് വേണ്ടിയായിരിക്കും എന്നെ വിളിക്കുന്നത്, അപ്പൊ ഞാൻ ആ ലെവലിൽ നിൽക്കാം എന്നുള്ള ലെവലിൽ നമുക്ക് ഏതാണോ ആപ്റ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത് അതിൽ നമ്മൾ ഓഡീഷനിൽ അങ്ങനെ നിൽക്കണം. വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ തോന്നിയ പാടാണ്. നമ്മൾ ഓഡീഷൻ പാസ് ചെയ്യാനുള്ള ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അതിനനുസരിച്ച് ഡ്രാമാറ്റിക് ആയി നമ്മുടെ കയ്യിൽ നിന്നും പോവാതെ ഓരോത്തിനും ഉത്തരം കൊടുക്കണം. നമ്മൾ ഏത് കാറ്റഗറിയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പിന്നീട് മറുപടി കൊടുക്കാൻ. കയ്യിൽ നിന്ന് പോകരുത്. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് ആ സാധനം നമ്മൾ കൊടുക്കണം. അവർക്ക് വേണ്ടത് അടിയുണ്ടാക്കാൻ പക്കത്തിനുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആ ഉത്തരത്തിലേക്ക് നമ്മുടെ ചിന്താഗതിയെ നമ്മൾ എത്തിക്കണം. നമ്മൾ ഒരു ചോദ്യം അങ്ങനെ പറഞ്ഞു, ഒരു സമയം ഞാൻ ദേഷ്യപ്പെടും, ഒരു സമയം ദേഷ്യപ്പെടില്ല, അങ്ങനെ പറയും. നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ അവർ ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കാവും. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. പിന്നെ
പല രീതിയിലുള്ള പ്രൊവോക്കേഷൻസ് ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഉണ്ടാവും. അതായത് ചിലപ്പം ഇന്റർവ്യൂ നടക്കുന്നതിനിടയ്ക്ക് അവരുന്ന് ഉറക്കം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാം, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വളരെ ഡള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് നശിപ്പിക്കാം, ഇത് എന്തെങ്ങാനും പറഞ്ഞ് തീരുവോ, ബോറടിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ അവിടെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് തളരാൻ പാടില്ല. അത് ഇന്റർവ്യൂവിന്റെ രീതിയാണ്. കഴിഞ്ഞ തവണ ഒത്തിരി പേര് പോയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയോ, നമ്മൾ ആക്ഷേപിച്ചു ആക്ഷേപിച്ചതല്ല, ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ലെവൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക. അടുത്ത് പക്ഷേ ഉറങ്ങുന്നവരെയും ബോറടിക്കുന്നവരെ സാറേ ഇത് നോക്ക് കേളി, ഞാൻ പറഞ്ഞത് മെയിൻ പോയിന്റിലേക്ക് എത്തുന്നേ ഉള്ളൂ, കേട്ട് നോക്ക്, ഇപ്പോഴിങ്ങനെ ഉറങ്ങിയാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചുണർത്തി അവരെ എന്റർടൈൻ ചെയ്യുന്ന ലെവലിലോട്ട് ഇന്റർവ്യൂ കാര്യങ്ങൾ കൊണ്ടുപോകണം. അടുത്ത് മാക്സിമം നിങ്ങൾ സമയം എടുത്ത് നിങ്ങളെ ഇന്റർവ്യൂവിൽ നിങ്ങൾ അങ്ങോട്ട് മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയാണ് ഏതാണ്ട് നമ്മുടെ സൂം ഇന്റർവ്യൂ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഈ 45 മിനിറ്റ് കിട്ടുമെങ്കിൽ 45 മിനിറ്റിന് നിങ്ങൾ അവരെ ഇംപ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്ത് വളച്ചു കെട്ടാതെ ഉത്തരങ്ങൾ വളരെ ഇലാബറേറ്റ് ആയി പറയണം. വളച്ചു കെട്ടരുത്, പക്ഷേ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഷോർട്ട് ആക്കാതെ അത്യാവശ്യം ഇലാബറേറ്റ് ആയിട്ട് പറയണം. അടുത്ത് ബിഗ് ബോസ് ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറും, നീ എന്താ അങ്ങനെ ചെയ്തത്, അത് ഞാൻ ഇങ്ങനെ ചെയ്തത്, എന്റെ സ്ട്രാറ്റജി ഗെയിം ലൈക്സ് അതുപോലെ തന്നെ നമ്മൾ ഇവരോടും സംസാരിക്കണം. ഇവര് ഭയങ്കര വലിയ ആൾക്കാരാണ് എന്നുള്ളതല്ല, അവരോട് നമ്മൾ ഗെയിം കളിക്കാൻ ഇപ്പൊ നമ്മൾ ബിഗ് ബോസ് വീട്ടിലാണെന്ന് വിചാരിക്കുക. അതെ ഞാൻ അങ്ങനെ ചെയ്യാനാണ് പോകുന്നത്, ഞാൻ അവിടെ പോയിട്ട് ഇതാ ചെയ്യുന്നത്, ആ ലെവലിൽ ഈ ടോണിൽ നിങ്ങൾ നിൽക്കണം. മനസ്സിലായോ? അങ്ങനെ വേണം അവർക്ക് ഉത്തരം കൊടുക്കാൻ. അവര് ഏഷ്യനെറ്റ് ആണ്, എന്റെ മോൾ ഷൈനാണ്, ബിഗ് ബോസ് ടീമാണ് എന്നുള്ള ഭയഭക്തി ബഹുമാനം ദയവ് കരുതി നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടും. കാരണം ഇവർ വലിയ ആൾക്കാരാണ്, അപ്പൊ നമ്മൾ ഈ ഓഡിഷൻ കിട്ടണം, സാറേ അങ്ങനെ സാറേ ഇങ്ങനെ അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ ഇരിക്കുകയേ ചെയ്യരുത്. അത് ഭയങ്കര ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് ആരുടെ മുന്നിലും എന്തും തുറന്നു പറയാൻ ധൈര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ മാത്രമേ അവർ ബിഗ് ബോസിലേക്ക് എടുക്കുള്ളൂ. അപ്പം ഏഷ്യാനെറ്റ് അയ്യോ വലിയ സംഭവം, എന്റെ മോൾ അയ്യോ വലിയ സംഭവം അല്ല, ഇത് ഓഡീഷൻ ലെവലാണ്. ഈ ഓഡീഷൻ ലെവൽ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഈ ഓഡീഷൻ എല്ലാം കഴിയുമ്പോൾ അവർ പറയും നമ്മുടെ ഓഡീഷൻ രീതി ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞാൽ നമ്മളെ വിടത്തുള്ളൂ. ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ സാധനമാണ്. പിന്നെ അവർക്ക് വേണ്ടത് ഫേസ് വാല്യൂ നഷ്ടപ്പെടുത്തി ബിഗ് ബോസിലേക്ക് വന്ന് കളിക്കാൻ കഴിവുള്ള ആൾക്കാരെയാണ്. അതായത് നമുക്കറിയാം ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തനിക്കുണം വെളിയിൽ വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ, ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ദേഷ്യപ്പെടുമായിരിക്കും. അപ്പൊ പല ലെവലിലുള്ള ഈ ഫേസ് നമ്മുടെ എന്താ പറയുക, നമുക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആളുകൾ വന്ന് സെൽഫി എടുക്കുമെങ്കിൽ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ലെവലിലുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ ലെവലിലുള്ള ആളാണ് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്ന് അവർക്ക് തോന്നണം. ആ ലെവലിലേക്ക് നമ്മൾ എല്ലാം വെട്ടി തുറന്ന് പച്ചയ്ക്ക് അങ്ങ് പറയണം. അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കത്തുള്ളൂ. പച്ച വർത്താനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കുകയുള്ളൂ. അടുത്ത് 18 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാളാവാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിക്കണമെങ്കിൽ ഇന്റർവ്യൂവിൽ അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ സാധനം തന്നെ നമ്മൾ കൊടുക്കണം. ഒന്ന് ആലോചിക്കേണ്ടത്, 18 പേർക്ക് വേണ്ടിയിട്ടാണ് ആ വീട് അവർ നിർമ്മിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ആ വീട് നിർമ്മിക്കുന്നത്. ആയതിനാൽ ആ 18 പേര് ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണ് ആ ഷോയുടെ ലാഭം അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്, അല്ലേ? ആ 18 പേരുണ്ടാക്കുന്ന സംഭവമാണ് ഈ ഷോയുടെ ലാഭമാണ്. അപ്പൊ ആ 18 പേരിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് പരമാവധി കണ്ടന്റ് നമ്മൾ കൊടുക്കും എന്നുള്ള രീതിയിൽ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയി പറയുക. ഡയറക്റ്റ് ആയി പറയരുത് ഞാൻ കണ്ടന്റ് കൊടുക്കും എന്ന് പറയുന്നതിന് പകരം എനിക്ക് ആ കാര്യം പറയാനുണ്ട്, എനിക്ക് ഇത് പറയാനുണ്ട്, എനിക്ക് അങ്ങനെ ചെയ്യാനുണ്ട്, എനിക്ക് ഗെയിം കളിക്കാൻ അറിയാം, എനിക്ക് അവരെ പൊട്ടിക്കാൻ അറിയാം, അങ്ങനെയാണ് ഇങ്ങനെ അതെല്ലാം പറയണം. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് തോന്നണം ഇവൻ അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് 2-3 എപ്പിസോഡൊക്കെ തള്ളി നീക്കാം എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാണ്. അല്ലാതെ ഞാൻ കണ്ടന്റ് കൊടുക്കും കേട്ടാ എന്ന് കയറി ചാടി കയറി പറയരുത്. അതാണ് ഇൻഡയറക്റ്റ് ആയി പറയണം എന്ന് പറഞ്ഞത്. അടുത്ത് ഓരോ ഉത്തരം നിങ്ങൾ കൊടുക്കുമ്പോഴും അതിൽ നിന്ന് മറു ചോദ്യങ്ങൾ വീണ്ടും കുത്തി ചോദിക്കും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഓരോ ഉത്തരം കൊടുക്കാൻ. അതായത് ഞാൻ ഇപ്പം നമ്മുടെ സെൽഫ് ഇൻട്രോ പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ അഫെയറിലായിരുന്നു, ഇപ്പം ഞാൻ ബ്രേക്കപ്പ് ആയി എന്ന് പറയുകയാണെങ്കിൽ അപ്പം അവർ ചോദിക്കും എന്താ കാര്യം ബ്രേക്കപ്പ് ആവാൻ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ ഉത്തരം കൊടുക്കുമ്പോഴും അവർ മറു ചോദ്യം ചോദിക്കുമ്പോൾ അതിനും കൂടി കൊടുക്കാൻ ഉത്തരം ഉണ്ടെങ്കിലേ അത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് തന്നെ വെച്ചേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ കലിപ്പനാണോ, നിങ്ങൾക്ക് ലവർ ഉണ്ടോ, നിങ്ങൾ അവിടെ വന്ന് ലവ് സ്ട്രാറ്റജി ആണോ കളിക്കാൻ പോകുന്നത്, ഫ്രണ്ട്ഷിപ്പ് ആണോ നിങ്ങൾ കൂട്ടുകൂടുന്നത്, അത് ഓണമില്ലാണോ, നമ്മുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് അവർ തിരക്കി കണ്ടുപിടിക്കും. അത് അവരുദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടറിലോട്ട് നമ്മളെ കൊണ്ടുപോകാനാണ്. പക്ഷെ അതിൽ പിടികൊടുക്കരുത്. അതിനനുസരിച്ച് മാത്രം അവർ ചോദിക്കുന്ന സാധനത്തിനനുസരിച്ച് മാത്രം ആലോചിച്ച് വേണം ഉത്തരം കൊടുക്കാൻ. അടുത്ത് എല്ലാത്തിനെയും ഗെയിമായി കണ്ട് ഉത്തരം പറയുക. ഇപ്പൊ അവര് നമ്മളെഴുതി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ജോലി വാങ്ങിക്കാനൊന്നുമല്ല പോകുന്നത്, ബിഗ് ബോസിൽ പോകാനാണ്. എന്താ പേര്? എന്റെ പേര് അൻസിഫ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാത്തിനെയും ഗെയിമായി കണ്ട് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാളത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കുക.
സത്യസന്ധമായി ഉത്തരം നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇംപ്രസ് ആകുമെന്ന് ചിന്തിച്ച് ഉത്തരം കൊടുക്കണം. മനസ്സിലായോ? ഇപ്പോ എന്ത് ചെയ്യുമായിരുന്നു, ഓഡിഷന്റെ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചേരം ലാഗ് ഉണ്ടാവും. എന്ത് ചെയ്യുമായിരുന്നു, അത് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, വന്നപ്പോൾ നിങ്ങൾ ലാഗായില്ലേ, അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ. അപ്പം വളരെ സിമ്പിളായിട്ട് അവർക്ക് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്ന ആൾക്കാരാണ് വേണ്ടത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അത് പറയുക, എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നെഗറ്റീവ് ആവും, അത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവൂല. അതേസമയം ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, എനിക്ക് ആദ്യമൊക്കെ വീഡിയോ തുടങ്ങിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അല്ലേ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷേ സംസാരിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സാധാരണ വ്യക്തിയോട് എങ്ങനെ സംസാരിക്കുമോ അതുപോലെ തന്നെ സിമ്പിളായിട്ട് അവരോട് സംസാരിക്കുക. അല്ലാതെ സാർ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്രയും നേരം, മാഡം എൻ്റെ പേര്, അങ്ങനെ കിടന്ന് തപ്പാതെ വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് സംസാരിക്കുക. ദെൻ പല രീതിയിൽ നമ്മളെ തകർക്കാൻ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റൂല, നിങ്ങൾ വളരെ ഡല്ലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതെല്ലാം ഓഡീഷന്റെ രീതിയാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ല, അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ ചോദിക്കണം നമ്മൾ. ഞാൻ അങ്ങനെയല്ല, അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. എൻ്റെ ഈ 10 മിനിറ്റ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ? അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു ചോദിക്കണം. അവർക്ക് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ നമ്മുടെ അവസരം കളയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ല, നിങ്ങൾ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചോദിച്ചു നോക്കാന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓഡീഷൻ രീതികൾ. ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഒരു യൂട്യൂബറാണ്, ഇപ്പോൾ എനിക്ക് 65,000-64,000 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ കുറവാണ്, അപ്പോൾ എന്നെ സെലക്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ എന്നെ അധികം പേർക്ക് അറിയില്ല, ഞാൻ പോപ്പുലറാണ്, അല്ലെങ്കിൽ ഞാനൊരു ടിക്ടോക്ക് ചെയ്യുന്ന ആളാണ്, ഇൻസ്റ്റഗ്രാം ചെയ്യുന്ന ആളാണ്, എനിക്ക് 1000 ഫോളോവേഴ്സേ ഉള്ളൂ, 2000 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് റിജക്റ്റ് ആകുമോ എന്നുള്ള ചിന്തയാണ് ആദ്യം എടുത്ത് കളയേണ്ടത്. അപകർഷതാ ബോധമാണ് ആദ്യം എടുത്ത് കളയാനുള്ളത്. കാരണം അവരുടെ കണ്ണിൽ ബിഗ് ബോസിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടത്. ആ മെറ്റീരിയൽസിന് മുമ്പിൽ നമ്മുടെ ഫോളോവേഴ്സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അതൊന്നും തന്നെ ഒരു കാര്യമില്ല. ഒരു സബ്സ്ക്രൈബർ ആയാലും 1000 ആയാലും 1,00,000 ആയാലും അവരുടെ കണ്ണിൽ ഒരേ വിലയാണതിന്. അപ്പം നമ്മൾ അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1,00,000 സബ്സ്ക്രൈബർ ഉള്ള ആളെക്കാലം ഒരു സബ്സ്ക്രൈബർ ഉള്ള ആൾ അവിടെ സൂപ്പറായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും. അതാണ് ബിഗ് ബോസിന്റെ ഒരു രീതി. അപ്പം നമുക്ക് ഇന്ന സോഷ്യൽ മീഡിയ പേജസിൽ വെച്ച് എന്നെ ആർക്കും അറിയില്ല, അങ്ങനെ ഒരു അപകർഷതാബോധം നമ്മൾ ഉണ്ടാവാതിരിക്കുക. പിന്നെ ആദ്യം കയറണോ അവസാനം കയറണോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പം നമ്മൾ അതിനൊക്കെ തന്ത്രപൂർവ്വമായിട്ട് ഉത്തരം പറയുക. പിന്നെ അവർ ചോദിക്കും നിങ്ങളെ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യാം, ഇപ്പം നിങ്ങൾക്ക് നമ്മളെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഒരു 2-3 ആഴ്ച നിങ്ങൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അടി ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറണം. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും, നിങ്ങളെ 2 ആഴ്ച നോമിനേഷൻ ഫ്രീ ആക്കി തരാം എന്നൊക്കെ അവർ സംസാരിക്കും പല രീതിയിൽ. ഇപ്പം ഇങ്ങനെ പേപ്പറൊക്കെ എടുക്കും, അതാ ഇപ്പം സൈൻ ചെയ്യാം, നിങ്ങൾ പറ, നിങ്ങൾ 2 ആഴ്ച മിണ്ടാതിരിക്കുമെങ്കിൽ ഇപ്പം ഇവിടെ ഒപ്പ് വയ്ക്കും, 2 ആഴ്ച നിങ്ങൾ മിണ്ടാതിരിക്കുമോ, സൈലന്റ് ആയിട്ടിരിക്കുമോ, 2 ആഴ്ച നിങ്ങൾ കളിക്കണ്ട, സ്ക്രിപ്റ്റഡ് ഷോ ആണ്, അപ്പം നിങ്ങൾ 2 ആഴ്ച മിണ്ടാതിരിക്കുമല്ലോ, ഇപ്പം നിങ്ങൾ ബിഗ് ബോസിൽ സൈൻ ചെയ്യും, പേപ്പറൊക്കെ പേനൊക്കെ എടുക്കും. അപ്പം നിങ്ങൾ പറയേണ്ട ഉത്തരം അങ്ങനെയൊക്കെ പ്രൊവോക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പറയേണ്ടത് അയ്യോ വേണ്ട, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് അത് മതി, എനിക്ക് എന്താ പറയുക ഈ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ എപ്പോഴും നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്, അപ്പോൾ എന്നെ നോമിനേഷൻ ഇട്ടോ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, എനിക്ക് എന്താ പറയുക എൻ്റെ നാക്കാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, അപ്പോൾ എനിക്ക് അത് മാത്രം മതി, കുഴപ്പമില്ല, എന്നെ പ്രേക്ഷകർ സേവ് ചെയ്തോളും, സാർ ഇങ്ങനെയൊന്നും എന്നെ ഇപ്പോൾ എഗ്രിമെന്റ് എന്തെന്നൊന്നും ഒപ്പിടാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രിക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ അവർ ചോദിക്കും. ഇത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ പലരും ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത് അവരെന്ത് ചെയ്യും, പല ഡിമാൻഡുകൾ വെക്കും. നിങ്ങളെ സെലക്ട് ആക്കാം, അത് സമ്മതിക്കണം, ഇത് സമ്മതിക്കണം, അങ്ങനെ ആ രീതിയിൽ സംസാരിക്കണം, ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കണം, നിങ്ങളൊരു ലവ് കോംബോ കളിക്കണം എന്നെല്ലാം പറയും. അതൊന്നും നമ്മളെ സമ്മതിക്കാൻ പാടില്ല, നമ്മുടെ സ്റ്റാൻഡ് ഇതാണ് എന്നുള്ള ലെവലിൽ അങ്ങ് നിന്നോണം. അടുത്ത് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും അല്ലേ, പലർക്കും സർവേ ചെയ്തിട്ടുള്ളതായാലും പല ലെവലിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. അതിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടത് ചോദിക്കണം, എന്താണ് നിങ്ങൾ സർവൈവ് ചെയ്തിട്ടുള്ള, അത് നമ്മൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിക്കാൻ ലെവലിൽ എന്ത് ചെയ്യണം, അതിനെ ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് അവർ ചോദിക്കണം, എന്താ ആ സംഭവം അതെന്താ ഒന്ന് പറഞ്ഞേ എന്ന് ചോദിക്കാൻ കണക്കിന് നമ്മൾ നമ്മുടെ സെൽഫ് ഇൻട്രോ പറയുമ്പോൾ അതിനകത്തുകൂടി കലർത്തി അത് പറയണം. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു പോയിന്റ്, ഒരു മാർക്ക് അവിടെ വീഴാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിന് മറുപടിയും യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ ഉപരിയായിട്ട് ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസോടുകൂടി നമ്മൾ അവരുടെ മുമ്പിൽ പോയിരിക്കണം. നമുക്ക് ബിഗ് ബോസിലേക്ക് സെലക്റ്റഡ് ആയി എന്ന് വിചാരിക്കുക തന്നല്ലോ, നമ്മൾ ബിഗ് ബോസിലേക്ക് സെലക്റ്റഡ് ആയി, നമ്മൾ പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്താണ്, നമ്മൾ സാധാരണ ഇപ്പം ഇരുന്ന് നമ്മൾ ലിവിംഗ് റൂമിലൊക്കെ സംസാരിക്കും പോലെ വേണം അവരോട് പോലും സംസാരിക്കും. ഭയങ്കര ഭയഭക്തി ബഹുമാനം വേണ്ട, അതാണ് നമ്മൾ ആദ്യം ചെയ്യുള്ളത്. നമുക്ക് ബിഗ് ബോസിലേക്ക് കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുക.
എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് അവരെ വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ എന്താ സാർ ഞാൻ ഇവിടെ എല്ലാം ചെയ്തു സാർ, ഓക്കെ സാർ, എൻ്റെ പേര് ഇതാണ്, പിന്നെ ഓക്കെ അങ്ങനെ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുക, കോൺഫിഡൻസോട് കൂടി വളരെ സിമ്പിളായിട്ട് സംസാരിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ള ടിപ്സ്. ഇത്രയും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പലർക്കും ബിഗ് ബോസ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇതാണ് സൂം മീറ്റിങ്ങിലായാലും നേരിട്ടുള്ള ഇന്റർവ്യൂലായാലും എല്ലാ കാര്യങ്ങളും ഇതാണ് അവർ ചോദിക്കുന്നത്. ഇത്രയാണ് അതിനകത്ത് ഉള്ളത്, ഇത്രയും. അപ്പൊ ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർലി നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടും. അപ്പം ബിഗ് ബോസിന്റെ ഓഡീഷൻ ടൈമാണ്. ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഓഡീഷന്റെ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. അവരുടെ ലിസ്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ കൊടുക്കുന്നതും അവർ നേരിട്ട് വിളിക്കുന്നതും ഒക്കെ ഒരു 1-2 ആഴ്ചക്കകത്ത് സ്റ്റാർട്ട് ചെയ്യും. നവംബർ ഫസ്റ്റ് വീക്കോടെ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ചെറിയ ചെറിയ ലെവലിൽ അവരൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീസിനെ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക, ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. കാരണം 25 മിനിറ്റ് ഞങ്ങളുടെ നല്ലച്ചത വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട്. ബിഗ് ബോസിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.